ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണിയൻ റിങ്സ് ആണ്. നല്ല മുരുമുരാന്നിരിക്കുന്ന ഓണിയൻ റിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 3 സവാള ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു സവാള നമുക്ക് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. റിംഗ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് തിന്നും അല്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കും അല്ലാത്ത രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു സൈസിൽ നമുക്ക് റിംഗ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ഈ ഒരു സവാളയെ നമുക്ക് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സവാള 3 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കനത്തിൽ വേണം നമ്മുടെ സവാള ഇരിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 സവാളയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് റിംഗ് ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നടുവിലുള്ള പോർഷൻ ആവശ്യമില്ല. നമുക്ക് ഈ റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രം ഇളക്കി എടുത്താൽ മതിയാവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ സവാള സെപ്പറേറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എല്ലാ സവാളയും ഒന്ന് കട്ട് ചെയ്തൊന്ന് റിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള സവാള ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മാവിലൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സവാളയിൽ എക്സസ് ആയിട്ടുള്ള നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറി കിട്ടും. അങ്ങനെ നമുക്ക് വെള്ളത്തിന്റെ നനവ് മാറി വന്നാൽ മാത്രമേ നമ്മൾ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് മാവിതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈദപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ സവാളയും ഇതുപോലെ ഒന്ന് മാവിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ മാവിൽ തന്നെ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. കലക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് തിന്നാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം മാവൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു രീതിക്കൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ബ്രെഡ് പൊടിയാണ്. അപ്പം ഞാനൊരു 4 ബ്രെഡ് മിക്സിയിലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം പൾസ് മോഡിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമ്മുടെ ഓണിയൻ റിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സവാളയും എടുത്ത് ഈ മാവിലൊന്ന് ഇട്ടതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിലൊന്ന് വെച്ച് ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മളിനി കൈ വെച്ചിട്ടാണ് സവാള ഈ മാവിലൊന്ന് മുക്കിയെടുക്കുന്നതെങ്കിൽ ബ്രെഡ് പൊടിയിൽ ഇട്ടതിന് ശേഷം കൈ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം വീണ്ടും നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാവൊക്കെ ഈ ബ്രെഡ് പൊടിയിൽ വീണ് ബ്രെഡ് പൊടി പെട്ടെന്ന് തന്നെ കട്ടകളായിട്ട് വരും. അതുകൊണ്ട് കൈ ഈർപ്പമില്ലാതെ ആക്കിയതിന് ശേഷം വേണം ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സവാളയും മാവിലൊന്ന് മുക്കി ബ്രെഡ് പൊടി വെച്ച് കോട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും സവാള വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.